ഹായ് വ്യൂവേഴ്സ്, അപ്പം എൻ്റെ പേര് ആയിരുന്നെന്താ. ഞാൻ ബിഗിനർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു 7-8 മാസം ആയതേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാം ആവശ്യം എന്താണ്? നമ്മൾ മോണിറ്റൈസേഷൻ ആവുക, നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുക. ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം തൊട്ടേ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ഞാനൊരു 7-8-9 മാസമായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനുള്ള കാരണം നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്നോർത്തു. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്കും കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഒരുപാട് പേരുടെ തെറ്റായ ധാരണയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഉടനെ നമുക്ക് ഇതിനെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിന് വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് വരുമാനം കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന്. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവണം, നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവണം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇത് വളരെ വലിയ കാര്യം തന്നെയാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ ഇത് 3ാമത്തെ അക്കൗണ്ടാണ്. ഫസ്റ്റ് ഞാനൊരു അക്കൗണ്ട് തുടങ്ങിയത് എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ പാസ്വേഡ് പോയിട്ട് എനിക്കത് അങ്ങനെ നഷ്ടപ്പെട്ടു. രണ്ടാമത് എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് അങ്ങനെ പോയി. എനിക്കത് തിരിച്ചു കിട്ടുന്നുണ്ട്, ഞാനിപ്പോൾ അതങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇതാണിപ്പം നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 7 മാസമായിട്ട്. ഇതിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ലോങ് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഷോർട്സ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആളുകളിലോട് പെട്ടെന്ന് വീഡിയോസ് എത്തുകയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ള ചിന്തയിലോട്ട് നമ്മൾ ഷോർട്സുകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഷോർട്സുകളായിരുന്നു കൂടുതലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷോർട്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്? നമ്മൾ മോണിറ്റൈസേഷൻ ആവുക, 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ വാച്ച് അവറിൻ്റെ കാര്യം ചിലപ്പോൾ വിട്ടുപോകും. എന്ന് വെച്ചാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡായിരുന്നു എൻ്റേത്. ഞാൻ അതുകൊണ്ട് ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ കംപ്ലീറ്റ് ആയി. പക്ഷേ എൻ്റെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. കാരണം ഷോർട്സിൽ നിന്ന് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ വീഡിയോസ് എപ്പം മുതലാണോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം തൊട്ടേ നമ്മൾ ഓരോ ലോങ് വീഡിയോയും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിലൂടെ പോസ്റ്റ് ചെയ്യുക. ലോങ് വീഡിയോയ്ക്ക് വാച്ച് അവർ വളരെ കുറവായിരിക്കും. എങ്കിലും പോകെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും നമ്മുടെ ഈ റീൽസ് എല്ലാം ഇവരെടുത്ത് കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് അവർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ചാനൽ ഒരു വർഷം കൊണ്ടായിരിക്കും 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഷോർട്സ് ഇട്ട് നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഷോർട്സ് ഞാൻ ഇട്ടിരുന്നത് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ഇതിന് മാത്രം കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാതിരുന്നതും. നമുക്ക് വാച്ച് അവർ ഒരുപാട് ആളിലോട്ട് വീഡിയോ എത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാതിരുന്നത്. പക്ഷേ എനിക്കത് ഇപ്പോൾ വിനയായി. കാരണം എൻ്റെ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എനിക്കിനി വാച്ച് അവർ കംപ്ലീറ്റ് ആവണം, സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ലോങ് വീഡിയോസും ഇട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റുകൾ ഇതിലൂടെ ഉൾപ്പെടുത്തി ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ അക്കൗണ്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ അതിന് വേണ്ടി ഇനി ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വേറെ ആൾക്കും വരരുത് എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഓർത്തത്. അപ്പം ക്ഷമയോടെ എല്ലാവരും ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും എല്ലാം ഒരുപോലെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ വാച്ച് അവർ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പിന്നീട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം, 600 ആയിട്ട് ചെയ്തു തുടങ്ങാം, 1000 ആവട്ടെ. അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്നാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ വാച്ച് അവർ ഇല്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഒരുപോലെ ഇടുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരാം. ബൈ.